നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കേക്ക് നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്നത് വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ്. അല്ലാണ്ട് കേക്ക് ഐസിങ് ചെയ്യണ ഒറ്റ ടൂൾസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ വീഡിയോ കേക്ക് ഉണ്ടാക്കുന്നതിൽ തുടക്കക്കാരായിട്ടുള്ളവർക്കും കേക്ക് ഉണ്ടാക്കുന്ന നല്ല ആഗ്രഹം ഉണ്ടായിട്ട് ടൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കും വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഈ വീഡിയോയിൽ കണ്ടെന്ന് വരാം. അപ്പോൾ അവരൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന എന്നെപ്പോലെയുള്ളവർക്കും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള മറ്റ് സംഭവങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ കൂടി നമ്മൾ എന്തായാലും ഒരു വിസ്കെങ്കിലും വാങ്ങിച്ചിരിക്കണം. കാരണം നമ്മൾ ക്രീമൊക്കെ വെച്ചിട്ട് കേക്ക് ചെയ്യുമ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വിസ്കെങ്കിലും കൂടിയേ തീരും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഒരു വിസ്കെങ്കിലും വാങ്ങാം. അപ്പോൾ ഇതിന് അത്ര വിലയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു ചെറിയ വിസ്കെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് വയ്ക്കാൻ നോക്കുക. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അത് എല്ലായിടത്തും ആയിട്ടൊന്ന് പറ്റി വയ്ക്കുക. അതിൻ്റെ അടിഭാഗത്തും പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് വശങ്ങളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ വശങ്ങളിൽ ഇട്ട് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ അടിഭാഗത്ത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ബേക്കിംഗ് പേപ്പറിൻ്റെ രണ്ട് സൈഡിലും ഞാൻ ഓയിൽ ഒന്ന് ആക്കി കൊടുത്തിട്ടാണ് അത് അടിഭാഗത്ത് ഇടുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തു എന്ന് മാത്രം. ഇല്ലാത്തപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓയിലൊക്കെ പറ്റി കൊടുത്ത ഈ പാത്രത്തിലോട്ട് കുറച്ച് ഗോതമ്പ് മാവോ അല്ലെങ്കിൽ മൈദമാവോ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ എല്ലാ സൈഡിലും, അതായത് അടിഭാഗത്തും വശങ്ങളിലൊക്കെ ആയിട്ട് അതൊന്നും ഇങ്ങനെ തട്ടി കൊടുക്കുക. അതിനുശേഷം ആ ബാക്കി വന്നിട്ടുള്ള ഗോതമ്പ് മാവാണെങ്കിൽ ഗോതമ്പ് മൈദമാവാണെങ്കിൽ മൈദമാവ് അത് തട്ടിക്കളയുക. എല്ലായിടത്തും ഇതിങ്ങനെ തട്ടി ഇങ്ങനെ ആക്കിയതിന് ശേഷം ബാക്കി വന്നിട്ടുള്ളത് തട്ടിക്കളയുക. എന്നിട്ട് എടുത്തു വെച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ ബേക്കിംഗ് പേപ്പറിന് പകരം അതങ്ങനെ നിന്നോളും. പിന്നെ ഈ കേക്കിലോട്ട് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിച്ചു വയ്ക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രവും പിന്നെ ഒരു അരിപ്പ് എടുത്ത് വയ്ക്കുക. നമ്മൾ പൊടിയൊക്കെ അരിക്കാൻ വേണ്ടിയിട്ടുള്ള അരിപ്പ് എടുക്കുക. പിന്നെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണ്ട, മൈദ വേണമെന്ന് വെച്ചാൽ അതെടുക്കാം. ഇതൊക്കെ കൃത്യമായിട്ട് അളന്നെടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഓരോ ഡപ്പകളൊക്കെ വാങ്ങില്ലേ, മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഇട്ട് വയ്ക്കാനുള്ള ഡപ്പയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂണാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 4 ടേബിൾ സ്പൂണും കൂടിയിട്ടാണ് ഒരു 1/4 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ നിങ്ങൾ എടുക്കുക. അതല്ലെങ്കിൽ വീട്ടിൽ ഇതുപോലത്തെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു ടേബിൾ സ്പൂണായിട്ട് വരുന്നത്. ഇതിൻ്റെ ഇങ്ങനെ കുമിച്ചു കൂടി എടുക്കാണ്ട് ഇങ്ങനെ നികത്തി വടിച്ചെടുക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെ അളവുകളൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ കേക്ക് ശരിയായിട്ട് വരില്ല. ഇനി അരിച്ചെടുക്കാനുള്ള ഗോതമ്പ് പൊടിയിലോട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു അല്പം, അതായത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് അരിച്ചെടുക്കുമ്പോൾ ഒരു 5-6 വട്ടമെങ്കിലും അരിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ എല്ലാ സംഭവങ്ങളും എല്ലായിടത്തും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഇതൊരു 6 വട്ടം അരിച്ചിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അരിക്കാൻ എടുക്കുമ്പോൾ ഈ അരിപ്പയും പിന്നെ പാത്രമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാൻ നോക്കുക, അതായത് നനവൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് മിക്സിയൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കേക്കായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്ന പഞ്ചസാര മുഴുവനോടെയുള്ള പഞ്ചസാരയാണ്, അതായത് പൊടിച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെയുള്ള പഞ്ചസാര ഒരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരം അധികം വേണ്ടാത്തവരാണെങ്കിൽ ഒരു 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈര് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ അത് കുറച്ച് നേരം മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ തണവ് മാറിയതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓയിൽ ചേർക്കുമ്പോൾ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാലെടുക്കുമ്പോൾ തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇത് ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കാം, ഇല്ലെങ്കിൽ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിന് നല്ലതായിരിക്കും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി യോജിച്ച് നന്നായിട്ടൊരു ക്രീം പരുവത്തിലാവും. അങ്ങനെ ഇതുപോലെ നല്ലൊരു ക്രീം പരുവത്തിൽ വേണം നമുക്ക് താഴെ കിട്ടാനായിട്ട്. ഇനി നമുക്കിതൊരു വേറെ ബൗളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടില്ലേ ആ ഗോതമ്പ് പൊടിയുടെ കൂട്ട്, അത് കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറേശ്ശെ ഈ ഗോതമ്പിൻ്റെ കൂട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതായിട്ടൊന്ന് ഇത് യോജിപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരേപോലെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കുറച്ച് നേരം ഇടത്തോട്ട് ഇളക്കി പിന്നെ കുറച്ച് നേരം വലത്തോട്ട് ഇളക്കുക, അങ്ങനെ രീതിയിൽ ചെയ്യാണ്ടിരിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കണം ആ പാത്രം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെക്കണേക്കാളും ഒരു 10 മിനിറ്റ് മുന്നേ ഈ പാത്രം, അതായത് ഏത് പാത്രം ആയാലും അത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. പിന്നെ നമ്മളിത് യോജിപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് സ്പീഡിലൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പയ്യെ നല്ല സ്മൂത്തായിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറേശ്ശിട്ടിട്ട് ഇതുപോലെ മുഴുവനായിട്ടും നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2.25 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഈ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ പാലൊഴിക്കുമ്പോൾ ഒഴിക്കാനായിട്ട്. അതായത് അവസാനത്തെ ആ 2.25 ടേബിൾ സ്പൂൺ നിങ്ങൾ നോക്കിയിട്ട് തന്നെ ഒഴിക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ആവശ്യത്തിനാണെങ്കിൽ മാത്രം കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് 2.25 ടേബിൾ സ്പൂൺ വേണ്ടി വന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ അതുപോലെ തന്നെ ആദ്യമേ ഒഴിക്കരുത്, കുറേശ്ശെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ ഓയിലൊക്കെ പറ്റി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മോൾഡിലോട്ട് ആ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മോൾഡ് കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല കട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അലുമിനിയം പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പാത്രം കുറച്ച് തവണ ഇങ്ങനെ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലോട്ട് നമുക്ക് ഈ മോൾഡ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഉപ്പിടുന്നത് നിർബന്ധമൊന്നുമില്ല. ഉപ്പിടാതെ തന്നെ ഈ പാത്രത്തിനകത്തോട്ട് എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റോ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യുക. ഇനി ഇത് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ ഒരു 30 മുതൽ ഒരു 40 മിനിറ്റ് ഒക്കെ എടുക്കും ഇത് ബേക്കായി വരാനായിട്ട്. അത് നിങ്ങൾ എടുക്കണ പാത്രത്തിനനുസരിച്ചിട്ടും ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ടും വ്യത്യാസം വരും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക. അപ്പോൾ ഈ പാത്രത്തിൻ്റെ മൂടി നന്നായിട്ട് അമർന്നിരിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള എന്തെങ്കിലും ഭാരം ഇതിൻ്റെ മുകളിലൊന്ന് കയറ്റി വയ്ക്കുക. അപ്പോൾ ഞാനൊരു ഇടിക്കല്ലാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്കൊരു 35 മിനിറ്റ് എടുത്തു ഈ കേക്ക് റെഡി ആയിട്ട് കിട്ടാനായിട്ട്. അങ്ങനെ ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് വെന്തോന്നൊക്കെ അറിയാനായിട്ട് ഇതിൻ്റെ നടുക്കിലായിട്ട് ഒരു പപ്പടക്കോൽ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങളൊരു 25 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് അത് എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. ഒന്നില്ലെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോലോ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ കുത്തി നോക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും ഇത് എത്രത്തോളം വേവാനുണ്ട് എന്നൊക്കെ ഉള്ളത്. അതിനനുസരിച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി കേക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ചൂടാറാനായിട്ടൊന്ന് വയ്ക്കുക. അപ്പോൾ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വിരിയിപ്പിച്ചൊന്ന് വെക്കുക. നമുക്ക് എളുപ്പം ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കേക്ക് ഇതുപോലെ ഈ മോൾഡിൽ നിന്നൊന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ ബേക്കിംഗ് പേപ്പറൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഐസിങ് ഒക്കെ ചെയ്തെടുക്കാം. ഇനി കേക്കിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം കുറച്ച് പഞ്ചസാരയും കൂടിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് കേക്കിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് അത് ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു ടേൺ ടേബിൾ ഉണ്ടാകുകയാണെങ്കിൽ അത് കൂടുതൽ ഈസി ആയിരിക്കും നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ടേൺ ടേബിൾ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത്രം എടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ നന്നായിട്ടൊന്ന് കറങ്ങണം. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക.
അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ കേക്ക് വെച്ച പ്ലേറ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ഞാനൊന്ന് തിരിച്ചു നോക്കിയപ്പോൾ ഇതുപോലെ അത്യാവശ്യമൊക്കെ തിരിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാനായിട്ട് ഇതൊക്കെ മതിയാവും. ഇനി കേക്കിൻ്റെ പൊന്തിയിട്ടുള്ള ഭാഗം ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് ഈ കേക്ക് ഒരേ ലെവലിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കേക്കിനേക്കാളും വലിയ കത്തി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അത് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഈസി ആയിരിക്കും. പിന്നെ ഈ കേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2-3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് മുന്നേ ഇപ്പോൾ 3 ലെയർ ആണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം മാത്രം നമ്മൾ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. 2 ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ കട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ ആ പ്ലേറ്റ് ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരുവിധം നന്നായി തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഷുഗർ സിറപ്പ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ലെയറാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ മുകളിലോട്ടൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് വിപ്പ് ക്രീം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ടാണ് വിപ്പ് ക്രീം റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ നിന്ന് വിപ്പ് ക്രീം റെഡിയാക്കി വെക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് വിപ്പ് ക്രീം റെഡിയാക്കുന്നതിനുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാഞ്ഞത്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ഒന്ന് പോയി നോക്കുക. അതല്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ തുടക്കക്കാരൊക്കെയാണ് നിങ്ങളെങ്കിൽ വിപ്പിംഗ് ക്രീം പൗഡർ ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കുക. കാരണം അത് ഈസിലി അവൈലബിൾ ആണ്. ഏത് സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചാലും നമുക്ക് കിട്ടും. അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കി പരീക്ഷിക്കണം എന്നുള്ളവർക്കും ആദ്യമായിട്ടൊന്ന് കേക്ക് ഉണ്ടാക്കി നോക്കണം എന്നുള്ളവർക്കും അത് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് വേണ്ട ടൂൾസ് ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇതുപോലത്തെ വീട്ടിൽ കുറച്ച് കിട്ടാവുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്നിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങി കിട്ടും. ഇത് ഈ ഒരു ഷേപ്പിലായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്ക്രാപ്പറായിട്ട് യൂസ് ചെയ്യാനാണ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നോസിലാണ്. പിന്നെ പൈപ്പിംഗ് ബാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഇനി പിന്നെ നമ്മൾ പാലറ്റ് നൈഫിന് പകരമായിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ ഈ കനം കുറഞ്ഞ സ്കെയിൽ എടുത്ത് വെച്ചാലും മതി. ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുള്ള സ്കെയിലാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ നമുക്ക് ഇങ്ങനെ പാലറ്റ് നൈഫിന് പകരം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ കേക്ക് എവിടെയാണ് വെച്ചിട്ട് ഐസിങ് ചെയ്തെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പ് ക്രീം തേച്ച് കൊടുത്ത ശേഷം നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ഒന്ന് എടുത്ത് വയ്ക്കുക. ഇനി അതൊന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മളൊരു പൈപ്പിംഗ് ബാഗിൽ ക്രീമൊക്കെ നിറച്ചിട്ട് പൈപ്പിംഗ് ബാഗ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക അതിൻ്റെ തുമ്പത്തായിട്ട്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ ഇങ്ങനെ നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ക്രീം ഈസി ആയിട്ട് തേച്ച് കൊടുക്കാൻ പറ്റും. ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കേക്ക് ബോർഡ് വെച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ പ്ലേറ്റ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റീലിൻ്റെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രീമൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരേ ലെവലല്ലേന്ന് നോക്കുക. നമ്മളിങ്ങനെ 3 ലെയറായിട്ട് കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ കേക്കിൻ്റെ ഏറ്റവും മുകളിൽ വരുന്നത് കേക്കിൻ്റെ അടിഭാഗമാണ്. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തത് അത്ര ലെവലല്ലെങ്കിൽ പോലും കുഴപ്പമില്ല. നമ്മൾ ഏറ്റവും അടിഭാഗം മുകളിൽ വെക്കുമ്പോൾ അത് ലെവലായി തന്നെ നിന്നോളും. അപ്പോൾ നമുക്ക് ഒരുവിധമൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ക്രീമൊക്കെ തേച്ച് പിന്നെ ഭംഗിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആ സ്കെയിൽ വെച്ചിട്ട് ഒരേ ലെവലിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ള അടുത്ത കേക്കിൻ്റെ ലെയർ കൂടി അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും ചെയ്തെടുക്കുക. അതായത് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ആ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ക്രീമൊക്കെ തേച്ച് കൊടുക്കുക. അങ്ങനെ 3 ലെയറും വെച്ച് കൊടുത്ത് ക്രീമൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ എല്ലായിടത്തും ക്രീമൊന്നും ആവണ രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക നമ്മൾ. ഇനി ഇതൊരു 15-20 മിനിറ്റോളം ഒന്ന് ഫ്രീസറിലോട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം എടുത്തിട്ട് ക്രീം ആവാനുള്ള ഭാഗത്ത് കുറച്ചും കൂടി ഒന്ന് ക്രീം തേച്ച് കൊടുത്ത് ഇതുപോലെ സ്കെയിലും ഈ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ഒന്ന് ഭംഗിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണ ഒരാളാണെങ്കിൽ കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ഇരുന്നാൽ മാത്രമാണ് ഇത് ഒരുവിധം നന്നായിട്ട് നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്കെയിലും ഈ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടാണ് ഇത് ലെവലാക്കി എടുക്കുന്നതും സ്മൂത്താക്കി എടുക്കുന്നതും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ സ്കെയിലോ അല്ലെങ്കിൽ ആ ഡിസ്പോസിബിൾ പ്ലേറ്റിലൊക്കെ കൂടുതലായിട്ട് വരുന്ന ആ ക്രീം ഒന്ന് നമ്മൾ പിന്നീട് ഒന്ന് തുടച്ച് മാറ്റിയിട്ട് വേണം വീണ്ടും അങ്ങനെ കാണിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മളിത് സ്മൂത്തനാക്കി എടുക്കും വേണം, ലെവലാക്കി എടുക്കും വേണം. അപ്പോൾ ഞാനങ്ങനെ സ്കെയിലും നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ സ്ക്രേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരുവിധം ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മളിങ്ങനെ ഐസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ അടിഭാഗത്തായിട്ട് കുറച്ച് ക്രീമൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞൊന്ന് നീറ്റാക്കി എടുക്കുക. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ഡെക്കറേഷൻസ് കൊടുക്കുകയാണെങ്കിലും ചെയ്താൽ മതി. അങ്ങനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്തു വെച്ചിട്ടുള്ള കേക്കാണിത്. നമ്മളിന്ന് ഈ 5 രൂപയുടെ ജെംസ് വെച്ചിട്ടാണ് ഈ കേക്കൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 5 രൂപയുടെ ഒരു 5 എണ്ണോ 7 എണ്ണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കൊടുക്കുക. ജെംസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മുറിക്കണേക്കാളും തൊട്ട് മുന്നേ മാത്രം അത് വെച്ചിട്ട് ഒന്ന് ഇഷ്ടമുള്ള രീതിയിലാക്കിയെടുത്താൽ മതി. അപ്പോൾ മുന്നേ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഒലിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് മുറിക്കണേക്കാളും തൊട്ട് മുന്നേ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. എന്നിട്ട് ബാക്കി വരുന്ന ക്രീം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ നോസിൽ തന്നെ വെച്ചിട്ട് ഒന്ന് നമുക്ക് എങ്ങനെയാണെങ്കിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വേറൊരു കേക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തപ്പോൾ ഒരു ലെയറിൻ്റെ ഉള്ളിലും അത്രയ്ക്ക് അത് നിങ്ങളുടെ ക്രീമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിരുന്നതിൽ ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.